ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ പോലെ ഇന്ന് നമ്മൾ ഒരു അടിപൊളി പ്രോഡക്റ്റ് ആമസോണിൽ നിന്നും വരുത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അത് അൺബോക്സ് ചെയ്യണം. അപ്പോൾ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പനി, ജലദോഷം അതുപോലുള്ള പ്രശ്നങ്ങളെല്ലാം നമ്മുടെ വീട്ടിൽ സർവ്വസാധാരണമാണ്. എല്ലാവരുടെ വീട്ടിലും ഈ ആവി പിടിക്കുന്ന ഒരു യന്ത്രം ഉണ്ടാവും. ഈ ആവി പിടിക്കുന്ന യന്ത്രത്തിന് മുമ്പ് നമ്മൾ ചെയ്തിരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പാത്രത്തിലോ മറ്റോ ഒരു ചൂടുവെള്ളമൊക്കെ തിളപ്പിച്ച് അതിൽ ആവി പിടിക്കലായിരുന്നു നമ്മുടെ മുമ്പുള്ള പരിപാടി. ഇതിൽ രണ്ടെണ്ണത്തിലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചൂടുവെള്ളത്തിലേക്ക് ആവി പിടിക്കുന്ന സമയത്ത് പൊള്ളലേൽക്കാനൊക്കെയുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇപ്പോൾ നമ്മുടെ നിലവിൽ നമുക്ക് മാർക്കറ്റിലേക്ക് വില കുറഞ്ഞ് കിട്ടുന്ന ആവി പിടിക്കുന്ന യന്ത്രത്തിൽ ആവി പിടിച്ചു കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ചിലപ്പോൾ ഷോക്ക് വെക്കാനും അതുപോലെ പൊള്ളലേക്കാനും അതുപോലെ അതിന്റെ വയറ് കത്തിപ്പോയിട്ട് തീ പിടിക്കാനൊക്കെയുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇതൊന്നും ഇല്ലാതെ തന്നെ കൊച്ചു കുട്ടികൾക്ക് വരെ ഉപയോഗിക്കാൻ പറ്റുന്നതും നമ്മുടെ മൊബൈൽ ചാർജറൊക്കെ ഉപയോഗിച്ചിട്ട് വർക്ക് ചെയ്യിക്കാൻ പറ്റുന്നതും നമുക്ക് എവിടെ വേണമെങ്കിൽ കൊണ്ട് നടക്കാൻ പറ്റുന്നതും ചെറിയ പോർട്ടബിൾ ആയ കുട്ടികൾക്ക് വരെ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലും ബാറ്ററി ഇട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു നെബുലൈസർ ആണ് ഇത്. ഞാൻ ഒരുപാട് റിവ്യൂ വീഡിയോകളും മറ്റും കണ്ട് അതിനെക്കുറിച്ച് പഠിച്ചതിന് ശേഷം വാങ്ങിയതാണ്. അപ്പൊ നമുക്ക് ഇത് ഒന്ന് അൺബോക്സ് ചെയ്ത് കാണാം. ഇതെങ്ങനെയുണ്ട് കാര്യങ്ങൾ എന്നൊക്കെ നോക്കാം, നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമോ എന്നൊക്കെ ഉള്ളത് നോക്കാം. എന്റെ ആവശ്യത്തിന് വേണ്ടി ഞാൻ വീട്ടിലേക്ക് മേടിച്ചതാണ്, പെയ്ഡ് പ്രൊമോഷൻ അല്ല, ആദ്യം തന്നെ പറഞ്ഞോട്ടെ. ഈ വീഡിയോ കാണുന്ന എല്ലാവരും തന്നെ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇത് വാങ്ങണോ വാങ്ങണ്ടേ എന്നുള്ള തീരുമാനത്തിൽ എത്താൻ സാധിക്കുകയുള്ളൂ. വീഡിയോ കാണുന്നവരെല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ ലൈക്ക് ചെയ്യുമ്പോൾ തന്നെ അതിന്റെ അടുത്തായിട്ട് ഹൈപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള യൂട്യൂബിന്റെ ഒരു പുതിയ ഓപ്ഷൻ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാ വീഡിയോയും തന്നെ ഹൈപ്പ് ചെയ്യാൻ കഴിയും. ഹൈപ്പും കൂടെ ചെയ്യാം. നിങ്ങളുടെ കൂട്ടുകാരിലേക്കും മറ്റും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെയാണെങ്കിലും കമന്റ് ആയിട്ട് എഴുതുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലേ എന്ന് ഒന്ന് ചെക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ ഓൺലൈനിൽ നിന്നും പ്രോഡക്റ്റുകൾ വാങ്ങുന്നവരാണോ നിങ്ങൾ എങ്കിൽ ഓഫർ വിലയിൽ വളരെ ലാഭത്തിൽ പ്രോഡക്റ്റുകൾ വാങ്ങുവാനുള്ള ലിങ്കുകൾ ഷെയർ ചെയ്യുന്ന ഗ്രൂപ്പുകളുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ കമന്റിലും പിൻ ചെയ്തേക്കാം. നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ അതിൽ ജോയിൻ ചെയ്തതിന് ശേഷം പ്രോഡക്റ്റുകൾ വളരെ ലാഭത്തിൽ വാങ്ങാവുന്നതാണ്. അപ്പോൾ നമ്മൾ അധികം ഒന്നും പറഞ്ഞ് ലാഘടിപ്പിക്കുന്നില്ല, നമുക്ക് ഇത് അൺബോക്സ് ചെയ്ത് കാണാം. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. സുഹൃത്തുക്കളെ, ഇതാണ് നമുക്ക് ആമസോണിൽ നിന്ന് കിട്ടിയിട്ടുള്ള പാഴ്സൽ. നമുക്കിത് ജസ്റ്റ് ഒന്ന് പൊട്ടിച്ച് നോക്കാം. ഇത് പൊട്ടിച്ച് കഴിയുമ്പോൾ ഇതിങ്ങനെ ഒരു ബോക്സിലാണ് വന്നേക്കുന്നത്. മെഷ് നെബുലൈസർ എന്ന് നമുക്ക് അതിൽ കാണാം. ഇതൊരു മെയ്ഡ് ഇൻ ചൈനയുടെ പ്രോഡക്റ്റ് ആണ്. ശ്വാസകോശ രോഗങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാനായി തയ്യാറാക്കിയതെന്ന് ഇതിൽ പ്രത്യേകം മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇതിൽ നമുക്ക് ഇങ്ങനെ ഒരു പാക്കറ്റ് വന്നിട്ടുണ്ട്. പാക്കറ്റിനകത്ത് നമുക്ക് ഇത് പൊട്ടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ 2 സിലിക്കോൺ മൗത്ത് പീസുകൾ കൊടുത്തിട്ടുണ്ട്. ഒരു ചെറിയ ആൾക്കാർക്ക് ഉപയോഗിക്കാനും അതുപോലെ വലിയ ആൾക്കാർക്ക് ഉപയോഗിക്കാനും വലിയ മൗത്തിന് ഉപയോഗിക്കാനും പറ്റുന്ന ഒരു സിലിക്കോൺ മൗത്ത് പീസ്. അതുപോലെ തൊണ്ടയ്ക്കുള്ളിലേക്ക് പിടിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു പൈപ്പ് പോലെ ഒരു സാധനം. പിന്നെ ഇതിന്റെ യൂണിറ്റ് ഇതാണ്. പിന്നീട് നമുക്ക് ഇതിൽ വന്നിട്ടുള്ള ഒരു യൂസർ മാനുവൽ ആണ്. ഇതവിടെ ഇരിക്കട്ടെ. അതിനുശേഷം നമുക്ക് ഇതൊരു ഡാറ്റ കേബിൾ ആണ്. നമ്മുടെ ചാർജറിലും മറ്റും കണക്ട് ചെയ്ത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് കൊടുത്തേക്കുന്നത്. ഒരു 50 സെന്റിമീറ്റർ നീളം ഇതിന് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ പ്രോഡക്റ്റിന്റെ മുന്നിലായിട്ട് ഒരു സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു ബാറ്ററി കമ്പാർട്ട്മെന്റ് ഉണ്ട്. നമുക്ക് ബാറ്ററി ഇട്ട് ഇത് യൂസ് ചെയ്യാൻ കഴിയും. പിന്നെ ഒരു സി ടൈപ്പ് പോർട്ട് കൊടുത്തിട്ടുണ്ട്. ഈ പോർട്ട് വഴി നമുക്ക് ചാർജർ കണക്ട് ചെയ്തതിന് ശേഷം ഇത് ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ ഈ കമ്പാർട്ട്മെന്റ് ഭാഗത്താണ് നമ്മൾ ലിക്വിഡ് ഒഴിക്കുന്നത്. ഈ സ്വിച്ച് നെക്കി കഴിഞ്ഞാൽ നമുക്ക് ഇതിലെ മുകളിലെ കമ്പാർട്ട്മെന്റ് ഈ രീതിയിൽ ഇളക്കിയെടുക്കാവുന്നതും അത് നല്ല വൃത്തിക്ക് തന്നെ ക്ലീനാക്കി വളരെ ഹൈജീനായിട്ട് സൂക്ഷിക്കാനും സാധിക്കും. അതുപോലെ ഇതിന്റെ മൂടി ഇങ്ങനെ ഇളക്കിയെടുക്കാനും റീകണക്ട് ചെയ്യാനും സാധിക്കുന്നതാണ്. ഇനി നമുക്ക് ഇതൊന്ന് പ്രവർത്തിപ്പിച്ച് നോക്കാവുന്നതാണ്. അതിനായിട്ട് ഇതിന്റെ പിറകിലായിട്ട് ഒരു ബാറ്ററി കമ്പാർട്ട്മെന്റ് ഉണ്ട്. ഇതിൽ നമുക്ക് AA ബാറ്ററികൾ, അതായത് ക്ലോക്കിലൊക്കെ ഉപയോഗിക്കുന്ന ബാറ്ററികളാണ് നമുക്ക് ഇതിൽ ഉപയോഗിക്കാൻ സാധിക്കുന്നത്. ബാറ്ററികൾ യഥാക്രമം പോസിറ്റീവും നെഗറ്റീവും നോക്കി നമുക്ക് കമ്പാർട്ട്മെന്റിൽ ഇടാം. അതിനുശേഷം ഈ കമ്പാർട്ട്മെന്റിന്റെ മൂടി നമുക്ക് അടച്ചു വെക്കാം. ഇതിന്റെ സ്വിച്ച് വന്നിരിക്കുന്നത് ഈ ഫ്രണ്ട് ഭാഗത്താണ്. ഇത് വർക്ക് ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം. അതുപോലെ ഇതിലെ അളവ് കാര്യങ്ങളൊക്കെ, ലിക്വിഡ് നിറയ്ക്കേണ്ട അളവ് കാര്യങ്ങളൊക്കെ ഇതിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഡോക്ടറിന്റെ നിർദ്ദേശപ്രകാരം നമുക്കിതിൽ മരുന്നുകളൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ഒഴിച്ചതിന് ശേഷം ഉപയോഗിക്കാവുന്നതാണ്. നമ്മൾ മരുന്നിന് പകരം ഇതിൽ കുറച്ച് പച്ചവെള്ളം ഒഴിച്ചതിന് ശേഷം നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് പ്രവർത്തിപ്പിച്ച് നോക്കാം. ഈ ഫ്രണ്ടിലെ സ്വിച്ച് ഒന്ന് പ്രസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അതിലൂടെ വേപ്പർ വരുന്നുണ്ട്. ഈ പുറത്തേക്ക് വരുന്ന ജലകണികകൾക്ക് ചൂടോ മറ്റോ ഇല്ല. അതുകൊണ്ട് തന്നെ പൊള്ളലേക്കാനുള്ള സാധ്യതകളൊന്നുമില്ല. നമ്മൾ അതിൽ ഉപയോഗിച്ചിരിക്കുന്ന ജലത്തിന്റെ ആ ലിക്വിഡിന്റെ ടെമ്പറേച്ചർ എത്രയാണോ അത്ര തന്നെ ടെമ്പറേച്ചറിലാണ് നമുക്കിതിൽ ഔട്ടായിട്ട് ജലകണികകൾ വരുന്നത്. ഇതിന്റെ 2 രീതിയിലുള്ള മൗത്ത് പീസും നമ്മളിതിൽ വെച്ച് നോക്കി നല്ല രീതിയിൽ അതിൽ കറക്റ്റായിട്ട് തന്നെ അതിൽ
സെറ്റ് ചെയ്യാനും മറ്റും സാധിക്കുന്നുണ്ട്. ഇതിലൂടെ വരുന്ന വേപ്പറിന്റെ അളവ് 3 രീതിയിൽ നമുക്ക് ക്രമീകരിക്കാനാവും. 3 രീതിയിൽ പ്രസ് ചെയ്യുന്നതിലൂടെ 3 സ്പീഡുകളിൽ ഇതിൽ വേപ്പർ ഔട്ട്പുട്ട് ഉണ്ടാവും. ഇനി നമുക്ക് ബാറ്ററി അല്ലാതെ ചാർജർ ഉപയോഗിച്ചിട്ട് ഏത് രീതിയിൽ വർക്ക് ചെയ്യിക്കാം എന്നാണ് നോക്കുന്നത്. അതിന് നമ്മൾ നേരത്തെ ബാറ്ററി ഇട്ടിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ബാറ്ററി നമുക്ക് ഊരി മാറ്റണം. അതിനുശേഷം ചാർജറിൽ നിന്ന് വരുന്ന നേരിട്ടുള്ള കേബിള് C ടൈപ്പ് കേബിൾ ഇതുപോലെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ നല്ല രീതിയിൽ ഇങ്ങനെയും നമുക്ക് ഇത് വർക്ക് ചെയ്യിക്കാവുന്നതാണ്. ഈ പ്രോഡക്റ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ ഇത് വാങ്ങുവാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ കമന്റിലും പിൻ ചെയ്തേക്കാം. അപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ ആവി പിടി യന്ത്രം? നിങ്ങൾക്ക് സംഭവം ഇഷ്ടപ്പെട്ടോ? ഇതേപോലെ നന്നായിട്ട് ആവി പിടിക്കരുത്. അതുപോലെ തൊണ്ടയ്ക്ക് ഉള്ളിലേക്കൊക്കെ കിട്ടാൻ പാകത്തിന് പിടിക്കണമെങ്കിൽ ജസ്റ്റ് അങ്ങനെ അഴിച്ചു വെച്ചിട്ട് ഇങ്ങനെ വെച്ചതിന് ശേഷം ഇതിങ്ങനെ ആവി പിടിക്കാൻ പറ്റും. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആവുമെന്ന് ഞാൻ കരുതുന്നു. എല്ലാവരും തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഹൈപ്പും ചെയ്യുക. ഇതിന്റെ അഭിപ്രായം എന്ത് തന്നെയാണെങ്കിലും കമന്റ് ആയിട്ട് എഴുതുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഈ വീഡിയോ ഇത്ര നേരം കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കാനും മറക്കരുത്. അപ്പോൾ ഇതുപോലത്തെ അടിപൊളി വെറൈറ്റി വീഡിയോ ആയിട്ട് അടുത്ത പ്രാവശ്യം കാണാം. അടുത്ത പ്രാവശ്യം കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, ടാറ്റാ.